ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് ചിക്കൻ ഫ്രൈ ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള മസാലയാണ് ഇത്. അപ്പോൾ നമ്മളിതാ ചിക്കൻ കഴുകി വെച്ച ചിക്കനകത്തോട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, പിന്നെ നമ്മൾ ചിക്കൻ മസാല, ചില്ലി ഫ്ലേക്സ്, മഞ്ഞൾപ്പൊടി, പിന്നെ ജീരകത്തിൻ്റെ പൊടി, ഉപ്പ്, ഇത്രയാണ് നമ്മൾ ഇട്ടേക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യണം. കുറച്ച് ഉപ്പും കൂടെ ഇട്ട് പിന്നെ നമ്മളിതിനകത്തോട്ട് വിനാഗിരിയാണ് വയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വിനാഗിരി വയ്ക്കുമ്പോൾ ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് വരും. അപ്പോൾ ഒരു അടിപൊളി ടേസ്റ്റായിട്ട് ചിക്കൻ നല്ല ജ്യൂസി ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് നല്ല കുഴച്ച് നമുക്ക് എടുക്കാം. നന്നായിട്ട് തന്നെ ഇത് മസാല എല്ലായിടത്തും കിട്ടുന്ന പോലെ കുഴച്ച് നമ്മൾ സെറ്റാക്കി എടുക്കണം. അപ്പോൾ കണ്ടില്ലേ, ഇനി ഇത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. നമുക്കൊരു 10 മിനിറ്റൊക്കെ അത് റെസ്റ്റ് ആയിരിക്കട്ടെ. പിന്നെ ഞാൻ ഇതിനകത്ത് ഇടയ്ക്ക് വെളുത്തുള്ളി ചതച്ചിട്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ടൊരു 10 മിനിറ്റ് കഴിയുമ്പോൾ അതിനകത്തോട്ട് നമ്മൾ കോൺഫ്ലവർ പൊടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. നമ്മൾ ഫ്രൈ ചെയ്യാറാകുമ്പോൾ മാത്രമേ ഇട്ട് കൊടുക്കാവുള്ളൂ, അതിന് മുമ്പ് ഇട്ട് കൊടുക്കുകയേ ചെയ്യരുത്. അപ്പം അങ്ങനെ ഇടുമ്പോൾ ഒരു കൊള്ളില്ല. നമ്മൾ ഫ്രൈ ചെയ്യാറാകുമ്പോൾ ഇടുമ്പോഴത്തേക്കും അടിപൊളി എണ്ണ അടുപ്പേ വെച്ചതിന് ശേഷം മാത്രം നമ്മൾ കോൺഫ്ലവർ പൊടി ഇടുക. എന്നിട്ട് നന്നായിട്ട് തന്നെ ഇത് മിക്സാക്കി എടുക്കണം. ആ കോൺഫ്ലവർ എല്ലാം കണ്ടില്ലേ മിക്സായി വന്നിട്ടുണ്ട്. ഇതുപോലെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിലോട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഞാൻ എണ്ണ ഓൾറെഡി വെച്ച് നല്ല തിളയ്ക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് ഞാനിത് കോൺഫ്ലവർ ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് നമ്മൾ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ തവിടെണ്ണയാന്ന് പറഞ്ഞാൽ അതാണ് എണ്ണയ്ക്ക് ഈ കളറ്. ഇനി നമുക്ക് ഇതെല്ലാം ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ ഫ്രൈ ചെയ്യുമ്പോൾ ഒരു അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്, ഒരു മസ്റ്റ് ട്രൈ ആയിട്ടാണ്. അപ്പോൾ ഇത് നമുക്ക് എല്ലാം ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം ഒന്ന് ഷെയറും കൂടി ചെയ്യാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ഒക്കെ നമ്മൾ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയാണ് ഇതിൻ്റെ മെയിൻ ഒരു ഐറ്റം. തിരിച്ചിട്ട് കൊടുത്തിട്ട് ഇട്ട് കൊടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എല്ലാം തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് വേണ്ട ഒരു മെയിൻ ഐറ്റമാണ്. അപ്പോൾ നമുക്കിതൊന്ന് തിരിച്ചും മറിച്ചല്ല, പക്ഷെ ഒരു സൈഡ് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം മാത്രം നമുക്കത് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മളെല്ലാ സൈഡും തിരിച്ചും മറിച്ചെല്ലാം ഇടുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തോട്ട് വേണം നമ്മൾ വെളുത്തുള്ളി ഉണ്ടല്ലോ, വെളുത്തുള്ളി ഈ ഒരു ഇതൊന്ന് നമ്മൾ തിരിച്ചിടുന്ന നേരത്തെ നമ്മൾ വെളുത്തുള്ളി ചതച്ച് മാറ്റി വെക്കണം. അപ്പോൾ അത് തൊലിയോടുകൂടി തന്നെ ചതച്ചെടുക്കാവുള്ളൂ, ഒരിക്കലും അരച്ചെടുക്കരുത്. നന്നായിട്ട് ചതച്ചെടുക്കണം. അപ്പോൾ നമ്മൾ വെളുത്തുള്ളി ചതച്ചതും കൂടി നമുക്ക് ഇതിൻ്റെ മണ്ടലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, തൊലിയോടുകൂടി മാത്രമേ ഇട്ട് കൊടുക്കാവുള്ളൂ. അങ്ങനെ അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ആയിവട്ടെ. ഈ വെളുത്തുള്ളി ഇടുമ്പോൾ തന്നെ ഒരു സ്മെല്ലുണ്ട്. ആ ചിക്കൻ വറുത്തതിൻ്റെ വെളുത്തുള്ളിയിലൊക്കെ അടിപൊളി സ്മെല്ല് വരും. അപ്പോൾ നമ്മൾ ചിക്കൻ എടുക്കുക. കണ്ടില്ലേ, നല്ല മൊരിഞ്ഞിട്ട് ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ടായിട്ട് കിട്ടുക. അപ്പോൾ ഇതെല്ലാം നമുക്ക് കോരി മാറ്റാം. കണ്ടില്ലേ, നമ്മൾ പാത്രത്തിനകത്തോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അടിപൊളി ടേസ്റ്റ് കേട്ടോ, ഒരു മസ്റ്റ് ഫ്രൈ ചിക്കൻ ഫ്രൈ തന്നെയാണ്. അപ്പോൾ ഞാൻ ഒരെണ്ണം എടുത്ത് കഴിക്കുന്നുണ്ട്. ഈ ഒരു രക്ഷയിലാട്ടോ, നല്ല ജ്യൂസി ആയിട്ട് നല്ല അടിപൊളിയാണ്. നല്ല കറുമുറാന്നിരുന്ന് ഉള്ളിൽ നല്ല ജ്യൂസി, സൂപ്പറല്ലേ, കണ്ടില്ലേ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ.